ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങളെല്ലാവരും റെഡിയല്ലേ ഒരു പുതിയ ചെടിയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട്? അപ്പോൾ ഈ ചെടിയാണത്. നിങ്ങൾക്കൊക്കെ പരിചയമായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഗാർഡന് വളരെയേറെ നല്ലൊരു ചെടിയാണ്. അപ്പം നിങ്ങൾ ഗാർഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെടി എന്തായിരുന്നാലും ഗാർഡനിൽ വളർത്തി കഴിഞ്ഞാലേ ഒരു അസറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഗാർഡനിലുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നിങ്ങൾ ഗാർഡനിൽ വളർത്തി കഴിഞ്ഞാൽ ഗാർഡൻ അതൊരു അസറ്റ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ നല്ലൊരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ടെക്സസ് സെയ്ജ് എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ടെക്സാസിലെ മുനി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇതിന് മറ്റ് ധാരാളം കോമൺ നെയിമുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ. ടെക്സസ് റേഞ്ചർ, ടെക്സസ് റെയിൻ സെയ്ജ്, ടെക്സസ് സിൽവർ ലീഫ്, ടെക്സസ് ബാരോമീറ്റർ ബുഷ്, ആഷ് ബുഷ്, വൈൽഡ് ലിലാക്ക്, പർപ്പിൾ സെയ്ജ്, ഇങ്ങനെയൊക്കെ ധാരാളം പേരുകൾ ഈ പ്ലാന്റിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ നിക്കോട്ടിയ പ്ലാന്റ് എന്നും ഇതറിയപ്പെടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ല്യൂക്കോഫിലം ഫ്രൂട്ടസെൻസ്. അപ്പോൾ ഇതിൻ്റെ 2 പ്ലാന്റ് എൻ്റെ കൈവശമുണ്ട്. ഒരു മദർ പ്ലാന്റും അതിൽ നിന്ന് ഒടിച്ച് ഞാൻ നട്ടുപിടിപ്പിച്ച മറ്റൊരു പ്ലാന്റും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സിനെ ഒന്നുകൂടി വലിയ പോട്ടുകളിലേക്ക് മാറ്റി നട്ടു. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പ്ലാന്റ്സ്. ഒരെണ്ണം മദർ പ്ലാന്റും, അത് ഇത്തിരി വലിയ പ്ലാന്റാണ്, വലിയ ചട്ടിയിലുള്ളത് മദർ പ്ലാന്റാണ്. അതിൽ നിന്ന് ഒടിച്ചു മാറ്റി ഞാൻ നട്ടുപിടിപ്പിച്ച മറ്റൊരു തൈയുണ്ട്. ഇത് രണ്ടും ഞാൻ മറ്റൊരു വലിയൊരു പോട്ടിലെ 22 ഇഞ്ച് പോട്ടിലേക്ക് മാറ്റി നടുന്നതിൻ്റെ ഒരു ഡീറ്റെയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഏറ്റവും അടിയിലായിട്ട് വെള്ളം വാർന്നു പോകാനായിട്ടുള്ള കല്ലോ എന്തെങ്കിലും തെർമോക്കോളോ ഒക്കെ ഇട്ട ശേഷം അതിന് മുകളിലായിട്ട് കരിയില നിരത്തിയിട്ട് അതിന് മുകളിൽ ഒരു ലെയർ പോട്ടിംഗ് മിക്സ് നിറയ്ക്കണം. അതിനുശേഷമാണ് പോട്ടിലുള്ള പ്ലാന്റിനെ ഞാൻ ഇളക്കി മാറ്റിയിട്ട് ഇതിലേക്ക് വെച്ച് മണ്ണ് ഫില്ല് ചെയ്തത്. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്തത്. പോട്ടിംഗ് മിക്സ് നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിംഗ് മിക്സ് നിങ്ങൾ എടുക്കണം. ഡ്രെയിനേജ് ഉള്ളതെന്ന് പറയുമ്പോൾ അധികം വെള്ളം കെട്ടാത്ത രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി എടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. വലിയ പോട്ടായതുകൊണ്ട് തന്നെ ആ ചെടിക്ക് നല്ല സ്പേസ് കിട്ടും, വളരാനായിട്ട് റൂട്ടിനൊക്കെ നല്ല സ്പേസ് കിട്ടും. അപ്പോൾ ഈ ചെറിയ പോട്ടിലിരിക്കുമ്പോൾ തന്നെ അത് നിറയെ പൂക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഒരു വലിയ പോട്ടിലേക്കാണ് അത് നടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ആ ചെടി പിന്നീട് കാണാനായിട്ടും. അതിൻ്റെ പൂക്കൾ കൂടെ പൂക്കളും അതിനുണ്ടാകും. നമുക്ക് നല്ല രീതിക്ക് വളം ഇട്ട് കൊടുക്കാനും ഒക്കെ കഴിയും. അതുകൊണ്ടാണ് ഒത്തിരി വലുതായി. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറ്റി മറ്റൊരു പോട്ടിലേക്ക് നടാമെന്ന് ഉദ്ദേശിച്ചത്. തീരെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ പോട്ട് മതി. പക്ഷേ ഇതിപ്പോൾ കുറച്ച് വലുതായി, പ്ലാന്റ്സ് കുറച്ച് വലുതായി. അപ്പോൾ നല്ല നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റി ഇത്തിരി കൂടെ വലിയൊരു പോട്ടിലേക്ക് മാറ്റാമെന്ന് കരുതിയിട്ട് മാറ്റി നട്ടത്. അപ്പോൾ മാറ്റി നടുന്ന വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾ പതുക്കെ ഇളക്കി എടുത്തിട്ട് നിങ്ങൾ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെച്ചിട്ട് ആ പോട്ടിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുത്ത് നട്ടാൽ മതി. വേരിളകാതെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. നട്ട ശേഷം ഉള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. നിറയെ പൂവന്നു. അതിന് ശേഷം 2-3 തവണ പൂത്തു, 2-3 തവണ ചെടി നിറയെ പൂവിട്ടു. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയി പോയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ചാൻസ് കിട്ടി. നിറയെ പൂ വന്ന സമയം നോക്കി ഞാൻ നിങ്ങൾക്കായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ മാറ്റി നട്ട ശേഷമാണ് നിറയെ 2-3 വട്ടം ആ പ്ലാന്റ് പൂവിട്ടു. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വെതർ ചേഞ്ചൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് അതിൽ പൂവുണ്ടാകും. അതായത് ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ആ മഴയൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിൽ പൂ വരുന്നതായിട്ട് കാണാം. പക്ഷേ ഈ പ്ലാന്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ പ്ലാന്റ് വളർത്താൻ ഏറ്റവും അതിനൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞ ഗാർഡനിൽ ഈ പ്ലാന്റ് വളർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂ കാണും, എന്നും മിക്കവാറും പൂ കാണും. മാത്രവുമല്ല ഇത് ലെസ് മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ നമുക്ക് അത്തരം ചെടികളാണല്ലോ ഏറ്റവും നല്ലത്. അതായത് ഇതിന് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതിയാവും. പിന്നെ ഇതിന് അധികം വളവും ആവശ്യമില്ല. ഒരു
30 ദിവസത്തിൽ കൂടുമ്പോൾ മാത്രം വളം ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിന്. അതിന് ബയോ വളങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് NPK 19-19-19 അതിട്ട് കൊടുക്കാം. എന്തായിരുന്നാലും ബയോ വളങ്ങളുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. എന്താണ്, വെർമി കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ നിറയെ പൂത്ത് നിൽക്കും. അപ്പോൾ നല്ലൊരു ചെടിയാണ്. അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇലകളാണ് അതിനുള്ളത്. നല്ല സ്നോയി ഇഫക്റ്റുള്ള ഒരു ലീഫാണ് അതിനുള്ളത്. ഒരു സിൽവർ കോട്ട് ചെയ്തതുപോലെയൊക്കെ നമുക്ക് തോന്നും, ചാരം പറ്റിയതുപോലെയൊക്കെ നമുക്ക് തോന്നും, ഒരു സിൽവർ ലീഫ് അത് തന്നെ. അപ്പോൾ അതിൽ ഈ പൂക്കൾ നല്ല കളറാണ് കേട്ടോ. ആ ഇലയിൽ ആ പൂക്കളും കൂടെ വരുമ്പോൾ ആ കോൺട്രാസ്റ്റ് വരുമ്പോഴേ, കളർ കോൺട്രാസ്റ്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആ ചെടി എന്തുകൊണ്ടും വളരെ മനോഹരമായൊരു ചെടി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ ഒരു നമ്മുടെ കണ്ണുകൾക്ക് വളരെ സന്തോഷം തരുന്ന, മനസ്സിനും തരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടിക്ക് വലിയ കെയർ ആവശ്യമില്ല, അധികം വെള്ളം വേണ്ട, ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ തറയിൽ നടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ വളർന്നു വരുന്ന ചെടിയാണ്. പിന്നെ നമ്മൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിലും നമുക്കതിനെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നല്ല ബുഷാക്കി വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ മതി, നമുക്ക് ഒത്തിരി ചെടികൾ അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്രൊപ്പഗേഷൻ ഈസിയാണ്. നമുക്ക് സ്റ്റെം കട്ടിങ് വെച്ച് തന്നെ നമുക്ക് പുതിയ ചെടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളർത്താൻ ഒരു പ്രയാസവുമില്ല. ഈ ചെടി യഥാർത്ഥത്തിൽ ടെക്സസിലാണ് കൂടുതൽ കണ്ടുവരുന്നത്, അതിൻ്റെ ഒറിജിനൽ പ്ലേസ് അതാണ്. എങ്കിൽ പോലും നമുക്ക് ഇവിടെയും അത് നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റും. നല്ല നിറഞ്ഞ് പൂവിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, ഏറ്റവും ബെസ്റ്റ് ഒരു ചെടി തന്നെയാണ്. നിങ്ങൾ ഈ ചെടി ഒഴിവാക്കരുത്. നിങ്ങൾ ഗാർഡൻ ഉള്ളവരും അല്ലെങ്കിൽ വളർത്താൻ ഗാർഡൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ചെടി നല്ലൊരു ചെടി തന്നെയാണ്. നിങ്ങളതൊന്ന് വാങ്ങിച്ച് വളർത്തണം. ഈ ചെടിക്ക് നല്ല വെയിൽ ആവശ്യമാണ് കേട്ടോ. നല്ല ഓപ്പൺ ലൈറ്റിൽ നിങ്ങൾ വെച്ച് വളർത്തിയാൽ മതി. ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് ലൈറ്റിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. അതിനൊരു പ്രശ്നവും ഇതുവരെ ഇല്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് പാർഷ്യൽ ലൈറ്റിലെന്നൊക്കെ. പക്ഷേ ഞാൻ ബ്രൈറ്റ് സൺലൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. ചെടി നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്, നല്ല നിറയെ പൂവിടുന്നുണ്ട്. ചെടി കാണുമ്പോൾ ഒരു സ്ലീപ്പി ഇഫക്റ്റാണ് ചെടിക്കുള്ളത്. അതായത് ഒന്ന് ഉറങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. അതായത് ഇലകളൊക്കെ ഒന്ന് കേൾ ചെയ്ത് ഒന്ന് ഉണങ്ങിയതുപോലെയോ ഒക്കെ നമുക്ക് തോന്നും. നമ്മൾ വിചാരിക്കും ഇനി വെള്ളത്തിൻ്റെ കുറവാണോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആ ചെടിയുടെ ഇലകൾ അങ്ങനെയാണ്. അവയ്ക്ക് അങ്ങനെ ഒരു ഇഫക്റ്റുള്ള ഇലകളാണ്. ഒരു സിൽവർ ഇലയാണ്, കുഞ്ഞ് ലീഫുകളാണ്. ആ കുഞ്ഞ് ലീഫുകളിൽ മനോഹരമായ കളറിലുള്ള നല്ല പൂക്കളും കൂടെ വരുമ്പോൾ ആ ചെടിക്ക് അതാണ് ഒരു പ്രത്യേകത കേട്ടോ. എന്തുകൊണ്ടും നല്ലൊരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നിങ്ങളത് വാങ്ങുക, വളർത്തുക. കാരണം നമ്മൾ ആദ്യത്തെ കുറച്ച് അത് വളർന്നു വരാനുള്ള സ്റ്റേജ് വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ചെടി അങ്ങ് വളർന്നോളും. അതിന് വേറെ ഒരു കെയറിൻ്റെ ആവശ്യമില്ല. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഇച്ചിരി വളം ചെയ്ത് കൊടുത്താൽ മതി. അതും ബയോ വളങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ വളരെ കുറച്ച് വെള്ളവും മതി. ഇപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെന്ന് ഒന്നും സംഭവിക്കില്ല. നമ്മൾ 2 ദിവസത്തിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, കുറച്ച് വെള്ളവും മതി. അതുകൊണ്ട് തന്നെ ഈ ചെടി ഗാർഡനേഴ്സിനും നല്ലൊരു ചെടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ചെടി റെക്കമെൻഡ് ചെയ്യുകയാണ്. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ ഈസിയാണ്. സ്റ്റെം കട്ടിങ്ങിലൂടെ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതായത് ഒരു ബാച്ച് പൂ കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ നല്ല രീതിക്കൊന്ന് കോംബ് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ കട്ടുകൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് മറ്റുള്ള പ്ലാന്റുകളാക്കി വളർത്തിയെടുക്കാൻ പറ്റും. പോട്ടുകളിലോ കവറുകളിലോ ഒക്കെ നട്ടുപിടിപ്പിച്ച് വേറെ പ്ലാന്റ്സ് ആക്കി മാറ്റിയെടുക്കാം. അതിനെ നമുക്കിതുപോലെ വീണ്ടും ഒരു ബുഷാക്കി വളർത്തുന്നവരെ നിങ്ങൾ അതിനെ ഒന്ന് കെയർ ചെയ്യണം. അതിനുശേഷം നമുക്കതിനെ മറ്റൊരു വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതി. നല്ല ഭംഗിയായിട്ട് നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. ഇത്തരത്തിൽ ധാരാളം പ്ലാന്റ്സ് ഞാൻ ഇതിൽ നിന്നിനി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും
പ്ലാന്റ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ചെടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെടി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അസറ്റാണ്. ഒത്തിരി പ്ലാന്റ്സിനെ നിങ്ങൾക്ക് അതിൽ നിന്നും എടുക്കാനും കഴിയും. മെയിൻ്റനൻസ് അധികം ഇല്ലാതെ തന്നെ നമ്മുടെ ഗാർഡനിൽ നിറയെ എന്നും പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ ഫ്രഷാക്കി നിർത്താനും നമുക്ക് കഴിയും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒറിജിനൽ പ്ലേസ് അമേരിക്കയിൽ ടെക്സസ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ടെക്സസ് സേജ് എന്ന് വന്നത്. നിക്കോട്ടിയ പ്ലാന്റ് എന്ന് പറയാറുണ്ട്. അതിന് ധാരാളം കോമൺ നെയിംസ് ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ചെടിയുടെ ഈ ഇത്രയും നല്ല പ്രൊഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ ബ്ലോസംസ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണുമ്പോൾ നമ്മുടെ ഗാർഡനും നമ്മുടെ മനസ്സും കാണുന്നവരും ഒക്കെ ചോദിക്കും, ഇത് ഏത് ചെടിയാണ്, ഈ ചെടി എനിക്കും കൂടെ തരുമോ എന്ന് ചോദിക്കും. അത്ര മനോഹരം തന്നെയാണ് ഈ ചെടി. നിങ്ങൾക്ക് പെടുന്ന ചെടിയാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ചെടിയുടെ മനോഹാരിത കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. ഈ ചെടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതായത് പോട്ടിങ്ങിനെ കുറിച്ചോ ഫെർട്ടിലൈസിങ്ങിനെ കുറിച്ചോ വാട്ടറിങ്ങിനെ കുറിച്ചോ അതിൻ്റെ ലൈറ്റ് കണ്ടീഷനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ അത് നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.